ആണ് മക്കളെ നമ്മൾ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ചാപ്റ്റർ പഠിക്കുകയാണ് അല്ലേ. അതിൽ ഇനി അടുത്ത സെക്ഷൻ്റെ ഹെഡിങ് എഴുതി വെച്ചോളൂ. ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ വയർസ് ക്യാരിയിങ് കറണ്ട്. ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ വയർസ് ക്യാരിയിങ് കറണ്ട്. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് പരീക്ഷയിൽ വളരെ പ്രോബബിലിറ്റി ഉള്ള ഒരു ലോങ് മാർക്ക് ക്വസ്റ്റ്യനിലൊന്നാണ്. എഴുതി വെച്ചോളൂ. കൺസിഡർ ടു പാരലൽ കറണ്ട് ക്യാരിയിങ് conductors. Okay, conductor 1 carries current I1 and conductor 2 carries current I2 in the same direction. Another line, R is the separation between the two wires. Okay, okay, ശരി. We want to find the force between the two wires. Now, നോക്കാം നമുക്ക് എന്താ ചെയ്യാൻ നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ ഈ രണ്ടാമത്തെ കണ്ടക്ടറിനെ മറന്നാളേ. രണ്ടാമത്തെ കണ്ടക്ടർ അവിടെ ഇല്ല വിചാരിക്കുക. ഒന്നാമത്തെ കണ്ടക്ടർ അതിന് ചുറ്റും ഫീൽഡ് ഉണ്ടാക്കൂലേ അല്ലേ? ഒന്നാമത്തെ കണ്ടക്ടർ ഉണ്ടാക്കുന്ന ഫീൽഡ് അതിന് ചുറ്റും ഉണ്ടാവും. ആ ഫീൽഡിലാണ് രണ്ടാമത്തെ കണ്ടക്ടറിനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കണ്ടക്ടർ ആരാ? രണ്ടാമത്തെ കണ്ടക്ടർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കണ്ടക്ടർ 1. ഒന്നാമത്തെ കണ്ടക്ടർ ഉണ്ടാക്കിയ ഫീൽഡിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആളാണ് രണ്ടാമത്തെ കണ്ടക്ടർ. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ അതാ പഠിച്ചത്. മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ വെച്ചാൽ അവന് ഫോഴ്സ് ഫീൽ ചെയ്യും. അപ്പോൾ ഇവന് ഫോഴ്സ് ഫീൽ ചെയ്യും. കാരണം എന്താ? ഇവൻ ഇരിക്കുന്നത് ഒന്നാമത്തെ കണ്ടക്ടറിൻ്റെ ഫീൽഡിലാണ്. അപ്പോൾ ചോട്ടിൽ എഴുതേണ്ട കാര്യം ഇതാണ്. കണ്ടക്ടർ 2 can be imagined as placed in the field of conductor 1. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണേ, റൂള് പറയാണ്. റൈറ്റ് ഹാൻഡ് റൂൾ ആദ്യം പറയാം. എന്തിനു വേണ്ടി? ഇവിടുത്തെ ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ ഇവനെ തൽക്കാലം മറന്നേക്കുക. ഇവൻ്റെ ഫീൽഡിലാണ് അവൻ നിൽക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവൻ്റെ ഫീൽഡ് എങ്ങനെയാണ്? നമ്മളതിന് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യണം. റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യണം. റൈറ്റ് ഹാൻഡ് മേലേക്ക് കറണ്ട് കടന്നു പോകുമ്പോൾ ഫീൽഡ് ചുറ്റിയാണ് അല്ലേ? അപ്പോൾ ഫീൽഡ് ഇങ്ങനെ ചുറ്റിയാണ് എന്ന് വെച്ചാൽ ആ കണ്ടക്ടർ ഇരിക്കുന്ന പോയിന്റിലൂടെ അത് ഇൻ ടു ദ പ്ലെയിനാണ്. അപ്പോൾ രണ്ടാമത്തെ കണ്ടക്ടർ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? അകത്തോട്ടാണ്. അപ്പോൾ ഇനി എനിക്ക് എന്ത് പറയാം? ഈ കണ്ടക്ടറിനെ എങ്ങനെ വിളിക്കാം? ഈ കണ്ടക്ടറിനെ ഇവൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്ന കണ്ടക്ടർ എന്ന് വിളിക്കാം അല്ലേ? അപ്പോൾ ഇവൻ്റെ മുകളിൽ ഫോഴ്സ് ഫീൽ ചെയ്യും. ശരി, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. 1-2 തവണ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണണം. ഇവൻ്റെ മുകളിൽ ഫോഴ്സ് ഫീൽ ചെയ്യും. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം. എന്താ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്? ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഇത് ഫോഴ്സ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? എല്ലാം ചുരുട്ടി പിടിക്കണം. ആദ്യം ഫീൽഡ് തുറന്നു ഉള്ളിലോട്ട്. കറണ്ട് എങ്ങോട്ടേക്ക് തുറക്കാൻ വേണ്ടി നടുവിലത്തെ വിരൽ തുറക്കണം, കറണ്ടിൻ്റെ ഡയറക്ഷനിലേക്ക്. കറണ്ടിൻ്റെ ഡയറക്ഷൻ മേലോട്ട്. യെസ്. അപ്പോൾ ഇതാണ് ഇങ്ങോട്ടേക്കാണ് ഫോഴ്സ്. ആരുടെ മുകളിലുള്ള ഫോഴ്സ്? കണ്ടക്ടർ 2ൻ്റെ മുകളിലുള്ള ഫോഴ്സ് ഡ്യൂ ടു ദ ഫീൽഡ് ബൈ 1. ഒന്നുകൂടി പറയട്ടെ. എല്ലാം ചൂട്ടി പിടിച്ചു. മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലോട്ട്, കറണ്ട് മേലോട്ട്, ഫോഴ്സ് ഇങ്ങോട്ട്. സോ ഇതാണ് ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അതിനെന്ത് വിളിക്കാം? ഫോഴ്സ് ഓൺ 2 by 1. അപ്പോൾ ചോട്ടിൽ എഴുതുക. ഫ്രം ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ we can find the direction of the force on 2 by 1. Let F21
equal to the force on 2 by 1. അപ്പോൾ എന്താ F21 നമ്മൾ പഠിച്ചാണ് ഫോഴ്സ് ഈക്വൽ ടു BIL sin തീറ്റ. ഫീൽഡ് ഉണ്ടാക്കിയാൽ B1 I2 L sin 90. വൈ? മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലോട്ട് കറണ്ട് മേലോട്ടാണ്. സോ ദാറ്റ് ഈസ് B1 I2 L. വാട്ട് ഈസ് B1? B1 നമ്മൾ പഠിച്ചാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു an infinite long conductor expression mu0 I1 by 2 pi r into I2 into L. Then force on 2 by 1. Now, force per unit length. Force per unit length. And the F21 by L. That will be equal to mu0 I1 I2 by 2 pi r. Mu0 I1 I2 by 2 pi r. That's it. ഇനി സെക്കൻഡ്ലി നമുക്ക് എങ്ങനെ വിചാരിക്കാം? അടുത്ത സെന്റൻസ് നിങ്ങൾ എഴുതേണ്ടതാണ്. കണ്ടക്ടർ 1 can be imagined as placed in the field of conductor 2. എഴുതിയോ? എന്താണ്? കണ്ടക്ടർ 1നെ കണ്ടക്ടർ 2ന്റെ ഫീൽഡിൽ വെച്ച കണ്ടക്ടറായി വിചാരിക്കാം. സോ ദർ ഈസ് ഫോഴ്സ് ഓൺ 1 by 2. എഴുതു. സോ ദർ ഈസ് ഫോഴ്സ് ഓൺ 1 by 2. Let it be F12. Its direction can be found using Fleming's left-hand rule. Okay? അങ്ങനെയാണെങ്കിൽ F12 ഈക്വൽ ടു എന്തായിരിക്കും? ആരുടെ ഫീൽഡാ? 2ന്റെ ഫീൽഡ്, 1ന്റെ കറണ്ട്, L sin തീറ്റ. നമുക്ക് നോക്കാം ഇനി ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കാം. ഓക്കെ, ഞാനിനി ഹാൻഡ് റൂൾ യൂസ് ചെയ്യാണ്. റൈറ്റ് ഹാൻഡ് റൂൾ ആദ്യം യൂസ് ചെയ്തിട്ട് ഇവൻ ഉണ്ടാക്കണം ഇവിടുത്തെ ഫീൽഡിന്റെ ഡയറക്ഷൻ കാണണം. ഇവന്റെ ഫീൽഡ് ഇവിടെ എങ്ങനെ? അപ്പം എന്ത് ചെയ്യണം? തമ്പിനെ കറണ്ടിന്റെ ഡയറക്ഷനിൽ പിടിച്ചാൽ വിരൽ വളയുന്ന ഡയറക്ഷനാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ കറണ്ട് ഇങ്ങനെ പോയാൽ കറണ്ട് ഇവന്റെ ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? കണ്ടക്ടർ 2ന്റെ ഫീൽഡ് ഇങ്ങനെ ചുറ്റി വളഞ്ഞ് അല്ലേ? കണ്ടക്ടർ 1ലൂടെ പുറത്ത് ഇങ്ങോട്ടേക്കാണ് വരിക, ശരിയല്ലേ? ഇങ്ങനെ വന്ന് ഇങ്ങോട്ടേക്ക്. അപ്പം ഞാൻ ഇവിടെ ഇൻടു എന്നുള്ളതിന് പകരം ഞാനിവിടെ ഔട്ട് ഓഫ് ദ പ്ലെയിൻ എന്നിലേക്കാണ് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് കാണിക്കുക. ഔട്ട് ഓഫ് ദ പ്ലെയിനെ നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുക. കണ്ടില്ല? ഇങ്ങനെ ചുറ്റി എൻ്റെ അടുത്തേക്ക്. നിങ്ങൾ എഴുതുമ്പോൾ, നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ നിങ്ങളുടെ അടുത്തേക്കാണ് വരിക. ഇനി ഇവൻ്റെ മുകളിലുള്ള ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യണം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. വീണ്ടും ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഇത് ഫോഴ്സ്. അപ്പം എല്ലാം കൂടി ചുറ്റി പിടിച്ചു. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാ? പുറത്തോട്ട്. റെഡി? മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ട് വെച്ചു. കറണ്ട് മേലോട്ട്. കുറച്ച് പ്രയാസമുണ്ട് ഇങ്ങനെ വെക്കാൻ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ തന്നെ പറ്റുള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് എന്നിലേക്ക്, കറണ്ട് മേലോട്ട്. അപ്പോൾ ഫോഴ്സ് കണ്ടില്ലേ ഇങ്ങോട്ടേക്ക്. നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ അത്ര വലിയ പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഫോഴ്സ് ഓൺ 2 by 1. ഫോഴ്സ് ഓൺ 1 by 2. ഒന്നും കൂടെ, മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ട്, കറണ്ട് മേലോട്ട്, അപ്പോൾ ഫോഴ്സ് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇതെങ്ങനെയാ? ദേ ആർ അട്രാക്ടിങ് ഈച്ച് അതർ അല്ലേ? 2നെ 1ന്റെ അടുത്തേക്ക് വലിക്കുന്നു, 1നെ 2 2ന്റെ അടുത്തേക്ക് വലിക്കുന്നു. എന്ന് വെച്ചാൽ അവർ പരസ്പരം വലിക്കുന്നു. ദേ അട്രാക്ട് ഈച്ച് അതർ. യു ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. B2 എന്താ? mu0 I2 by 2 pi r into I1 L sin 90. So force on 1 by 2 is equal to mu0 I1 I2 divided by 2 pi r into L. Now the force per unit length. F12 by L equal to mu0 I1 I2 by 2 pi r.
ഇതാണ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് μ0 I1 I2 by 2 pi r. ഇനി നമുക്ക് നോക്കാം, ഇവിടെ നമ്മൾ ഇനി ഒരു കാര്യം പറയേണ്ടത് എന്താ? ഇവിടെ നമ്മളൊരു കാര്യം പറയേണ്ടത് F12 per unit length equal to F21 per unit length equal to μ0 I1 I2 by 2 pi r. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് രണ്ട് വയറിൻ്റെ മേലെയും സെയിം ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, രണ്ടിനെ ഒന്നിൻ്റെ അടുത്തേക്ക് വലിക്കുന്നതായി കാണാം, ഒന്നിനെ രണ്ടിൻ്റെ അടുത്തേക്ക് വലിക്കുന്നതായിട്ടും കാണാം. ആ രണ്ട് കണ്ടക്ടേഴ്സും ക്യാരി കറണ്ട് ഇൻ ദി സെയിം ഡയറക്ഷൻ. അപ്പം അതിൻ്റെ ചോട്ടിൽ എഴുതിക്കോളൂ, ഇഫ് കണ്ടക്ടേഴ്സ് ക്യാരി കറണ്ട് ഇൻ ദി സെയിം ഡയറക്ഷൻ ദേ അട്രാക്ട് ഈച്ച് അതർ. രണ്ട് കണ്ടക്ടേഴ്സും ഒരേ ഡയറക്ഷനിലാണ് കറണ്ട് ക്യാരി ചെയ്യുന്നതെങ്കിൽ അവർ പരസ്പരം അട്രാക്ട് ചെയ്യും. ഇനി തൊട്ട് മുമ്പ് ഞാൻ എന്താ പറഞ്ഞു, ഒരേ ഡയറക്ഷനിലാണ് കറണ്ട് ക്യാരി ചെയ്യണമെങ്കിൽ അട്രാക്ട് ചെയ്യുന്നു അല്ലേ. എന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കാം നമ്മൾ. അതൊരു നോട്ടായിട്ട് നിങ്ങൾ എഴുതി വെച്ചോളൂ, എന്നിട്ട് ഫിഗർ നമുക്ക് വരയ്ക്കാം. ഇഫ് ദ കണ്ടക്ടേഴ്സ് ക്യാരി കറണ്ട് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ they repel each other with same force per unit length μ0 I1 I2 by 2 pi r. എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ക്യാരി ചെയ്യണമെങ്കിൽ അട്രാക്ട് ചെയ്യുന്നതിന് പകരം ഇത്ര തന്നെ ഫോഴ്സോടെ അവർ റിപ്പൽ ചെയ്യും. എന്നാൽ നോക്കുക, ഇതാണ് സംഭവം. പാരലൽ വയേഴ്സ് ക്യാരിങ് കറണ്ട്. ഒന്നിൽ കറണ്ട് I1 ഇങ്ങനെയാണ്, മറ്റൊന്നിൽ കറണ്ട് I2 ഇങ്ങനെയാണ്. ഡയറക്ഷൻ മാത്രം നോക്കിയാൽ ബാക്കിയെല്ലാം സെയിം ആണ്. നോക്കല്ലേ? അപ്പൊ എന്താ പറയാ, അപ്പൊ ഇവൻ ആരാള്, ഇവൻ എവിടെയാണുള്ളത്, ഇവന്റെ ഫീൽഡിലാണ് അല്ലേ. ഈ കണ്ടക്ടർ ഇവന്റെ ഫീൽഡിലാണുള്ളത്. അപ്പൊ ഇവന്റെ ഫീൽഡ് എങ്ങോട്ടാ, ഇവന്റെ ഫീൽഡ് എങ്ങോട്ടാന്ന് കാണാൻ ഇവന്റെ ഓക്കെ, വീണ്ടും ഞാൻ ഹാൻഡ് റൂൾ യൂസ് ചെയ്യാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കറണ്ട് മേലോട്ട്, അപ്പോൾ ഇതാണ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അല്ലേ. എന്താ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എങ്ങനെ അപ്ലൈ ചെയ്യുക? കറണ്ടിൻ്റെ ഡയറക്ഷനിലേക്ക് തമ്പ് പിടിക്കുമ്പോൾ കേളിംഗ് ഓഫ് ദ ഫിംഗേഴ്സ് ആണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ കേളിംഗ് ഓഫ് ദ ഫിംഗേഴ്സ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ പോയിന്റിലൂടെ ഇൻ ടു ദ പ്ലെയിൻ ആണ്, ശരിയല്ലേ? അപ്പോൾ ഈ കണ്ടക്ടർ ഇരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. ശരി, ഇനി ഇവന്റെ ഡയറക്ഷനിൽ ഇവന്റെ മേലുള്ള ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ്. അപ്പോൾ ഇവൻ ആരായപ്പോൾ, ഇവൻ ഉണ്ടാക്കിയ ഫീൽഡിൽ ഇരിക്കുന്ന കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് എന്ത് ഫീൽ ചെയ്യും? ഫോഴ്സ് ഫീൽ ചെയ്യും. അതിന്റെ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താ? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കണം, എല്ലാം അകത്ത് പിടിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാ? ഉള്ളിലോട്ട്. ഇനി എന്ത് ചെയ്യണം? നടുവിലത്തെ ഫിംഗർ തുറക്കണം, കറണ്ടിന്റെ ഫിംഗർ തുറക്കണം, കറണ്ടിന്റെ ഡയറക്ഷനിലോട്ടേക്ക് തുറക്കണം. കറക്റ്റ് അല്ലേ? അതാ കറണ്ട് ഇങ്ങോട്ട്, ഫീൽഡ് ഇങ്ങനെ. ഇതാണ് ഫോഴ്സ്. അപ്പൊ എങ്ങനെ കിട്ടി? ഫോഴ്സ് ഓൺ ടു ബൈ 1 ഇങ്ങോട്ടേക്ക് കിട്ടി. എന്ന് വെച്ചാൽ 1 2നെ ഒന്നിൽ നിന്ന് അകത്താണ് റിപ്പൽ ചെയ്യാണ്. ഒന്നുകൂടി, ഫീൽഡ് കറണ്ട് താഴോട്ട്, ഫോഴ്സ് ഇങ്ങനെ. ഇനി ഇവന്റെ മുകളിലുള്ള ഡയറക്ഷൻ ഓഫ് ഫീൽഡ് കണ്ടുപിടിക്കാം. അപ്പൊ ഇവൻ എന്തുണ്ടാക്കുന്നുണ്ട്? ചുറ്റും ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. കണ്ടക്ടർ 2 ചുറ്റും ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. തമ്പ് കറണ്ടിന്റെ ഡയറക്ഷൻ, കേളിംഗ് ഓഫ് ദ ഫിംഗേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ കറണ്ട് എങ്ങോട്ടാ? താഴോട്ട്. ശരിയല്ലേ? ഞാൻ എങ്ങോട്ടാ വരച്ച കറണ്ട്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട്, താഴോട്ട്. അപ്പൊ ഫീൽഡ് ഇങ്ങനെ അല്ലേ, ഫീൽഡ് ഇങ്ങനെ ചുറ്റി പറയുമ്പോൾ അവിടേക്ക് ഇൻ ടു ദ പ്ലെയിൻ. അപ്പൊ ഈ കണ്ടക്ടർ ഇരിക്കുന്ന എവിടെയാ? രണ്ടാമത്തെ കണ്ടക്ടർ ഉണ്ടാക്കണ മാഗ്നറ്റിക് ഫീൽഡിൽ. ഇവന്റെ മുകളിലുള്ള ഫോഴ്സ്, അപ്പൊ ഇവന്റെ മേലെ എന്ത് ഫീൽ ചെയ്യും? ഫോഴ്സ് ഫീൽ ചെയ്യും. കാര്യം എന്താ? ഇതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. എവിടെ വെച്ചിരിക്കണേ? രണ്ടാമനുണ്ടാക്കിയ ഫീൽഡിൽ. എങ്ങനെയാ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കുക? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അതിനെന്ത് ചെയ്യണം? മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വെക്കണം. തൽക്കാലം എല്ലാം പൂട്ടിപ്പിടിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലോട്ട്, കറണ്ട് ഡയറക്ഷനിലേക്ക്, നടുവിരൽ വരയ്ക്കത്തക്ക രീതിയിൽ ഞാൻ കൈ വളച്ചു, കൈ തിരിച്ചു. യെസ്, കറണ്ട് മേലോട്ട്. അപ്പൊ ഇതാണ്
ഫോഴ്സ് ഓൺ 1/2. ഒരിക്കൽ കൂടി കാണിക്കാം. മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്, ഫോഴ്സ്. അപ്പോൾ 1-നെ 2 2-ൽ നിന്ന് അകത്തുന്നു, 2-നെ 1 1-ൽ നിന്ന് അകത്തുന്നു. മീൻസ് വാട്ട്? ദേ റിപ്പൽ ഈച്ച് അതർ. They repel each other with a force per unit length μ0 I1 I2 by 2 pi r. That's it. മക്കളെ, ഇപ്പം നമുക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ വരയ്ക്കട്ടെ. എന്താത്? ഇങ്ങനെ അല്ലേ? 2 കണ്ടക്ടേഴ്സ് ക്യാരിങ് കറണ്ട്. ഞാൻ വെറുതെ ഒരു തരികിടാന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. 1 ആംപിയർ കറണ്ട് ഒന്നിലും മറ്റേലും 1 ആംപിയർ കറണ്ട്. വെറുതെ വിചാരിക്കുക, 1 ആംപിയർ കറണ്ട് രണ്ടിലും, എന്ന് വെച്ചാൽ 2 ഐഡന്റിക്കൽ കണ്ടക്ടേഴ്സിലൂടെ 1 ആംപിയർ കറണ്ട്. അവർ തമ്മിലുള്ള ദൂരം 1 മീറ്റർ ആണെന്ന് വിചാരിക്കുക. സോ വാട്ട് ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്? നമ്മൾ എന്താ പഠിച്ച? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് μ0 I1 I2 ഡിവൈഡഡ് ബൈ 2 pi r. ഓർമ്മയുണ്ടോ? μ0 എന്താ? 4 pi ഇൻറ്റു 10⁻⁷ ആണ്, ഇൻറ്റു I1 1 ആംപിയർ ഇൻറ്റു 1 divided by 2 pi into 1. അപ്പോൾ എത്ര വരും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2 pi 4 pi കിട്ടുമ്പോൾ 2 ഇൻറ്റു വരും, പിന്നെ 1 എല്ലാം പോയി. സോ 2 ഇൻറ്റു 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് വരും. അപ്പം എന്താ? 2 1 ആംപിയർ കണ്ടക്ടറുകളെ 1 മീറ്റർ അകലത്തിൽ വെച്ചാൽ അവർ രണ്ടുപേരും തമ്മിൽ ഒരേ ഡയറക്ഷനിലാവുമ്പോൾ എന്താ സംഭവിക്കുക? അട്രാക്ഷൻ ആണ് ഉണ്ടാവുക. There will be a force of attraction of 2 into 10⁻⁷ Newton per meter. അങ്ങനെ പറഞ്ഞൂടെ? എന്നാൽ 1 ആംപിയറിൻ്റെ ഡെഫിനിഷൻ നമുക്ക് അങ്ങനെ പറഞ്ഞൂടെ? ഏത് 2 ഐഡന്റിക്കൽ കണ്ടക്ടേഴ്സിനെ 1 മീറ്റർ 1 ആംപിയർ കറണ്ട് ഒഴുകുന്ന 2 കണ്ടക്ടേഴ്സിനെ 1 മീറ്റർ അകലത്തിൽ വെച്ചാൽ അവർ തമ്മിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് 2 into 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ ഉണ്ടാവും. ഇതല്ലേ ഞാൻ പറഞ്ഞേ? തിരിച്ചു പറഞ്ഞാലോ? ഏത് 2 കണ്ടക്ടറുകളെ, ഐഡന്റിക്കൽ കണ്ടക്ടറുകളെ 1 മീറ്റർ അകലത്തിൽ വയ്ക്കുമ്പോൾ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് 2 into 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ ഉണ്ടാകുന്നു, ആ കണ്ടക്ടറിൽ ഓരോന്നിലും 1 ആംപിയർ കറണ്ട് ഒഴുകുന്നു എന്ന് പറയും. ഞാൻ പറഞ്ഞ കാര്യം തിരിച്ചിട്ടു. ദാറ്റ്സ് ഓൾ. അപ്പോൾ എഴുതി വെച്ചോളൂ. 1 ആംപിയർ കറണ്ട് ഈസ് ദാറ്റ് കറണ്ട് which when flow in same direction through 2 identical conductors separated by 1 meter experience a force per unit length 2 into 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, 2 കണ്ടക്ടറുകളിൽ ഏത് കറണ്ട് ഒഴുകുമ്പോഴാണോ അവർ തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നത് 2 into 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ, ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് 1 ആംപിയർ കറണ്ട്. ദിസ് ഇസ് ദ ഡെഫിനിഷൻ ഫോർ 1 ആംപിയർ കറണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, ഉഷാറാവുക, മിടുക്കന്മാരാവുക. പഠിപ്പിച്ചതിനെ കറക്റ്റ് അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. ഡയറക്ഷൻ എടുത്തതും ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും മാറി മാറി ഉപയോഗിക്കുന്നതൊക്കെ വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഇതൊക്കെ ബേസിക് തിയറി ആവുന്നുള്ളൂ. നിറയെ പോസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ് ഇന്ന് പഠിപ്പിച്ചത്. ഓക്കെ, ഉഷാറായി.